ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതിപ്പം മലയാളമാവട്ടെ, ഹിന്ദി, തമിഴ്, കന്നഡ, ഏത് ലാംഗ്വേജ് ആവട്ടെ, ഹിസ്റ്ററി റെക്കോർഡ് വോട്ട് കിട്ടിയ ഒരാളാണ് ഗില്ലി നാട്ട. പലരും പറയാമായിരിക്കും കന്നഡയിലെ ആണ് കന്നഡ ഫെയിം ഗില്ലി നാട്ട. വെറും 107K 1,07,000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഫോളോവേഴ്സുമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഫോളോവേഴ്സിനെ സമ്പാദിച്ച ഒരാളാണ് ഗില്ലി നാട്ട. ഫിനാൻഷ്യലി ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന ഈ ഗില്ലി നാട്ടയ്ക്ക് ഒരുപാട് ആരാധകരാണ്. ഈ തളപതി വിജയുടെ ആ ഒരു പ്രസംഗം കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് അത്രയും ആൾക്കാർ കൂടില്ലേ, അതേപോലെയാണ് ഗില്ലി നാട്ടയ്ക്ക് സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും, കൊച്ചു കുട്ടികളാവട്ടെ, പ്രായമുള്ളവരാവട്ടെ, വയ്യാത്തവരായിക്കോട്ടെ, ഗില്ലി നാട്ടയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ഗില്ലി നാട്ട എന്ന് പറഞ്ഞാൽ ഒരു റോസ്റ്റിംഗ് സ്റ്റാറാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് കോമഡി വരും. പുള്ളിക്കാരൻ ഫിനാൻഷ്യലി ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആങ്കറായ കിച്ചു സന്ദീപിൻ്റെ അടുക്കിയത് തന്നെ 10 lakh rupees ഗില്ലി നാട്ടയ്ക്ക് കൊടുത്തത്. സോ വേറൊരു പ്രത്യേകത ഫോർ ബിഗ് ബോസ് കന്നഡ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളത്തിലൊക്കെയാണ് എങ്കിൽ ഒരു ഫസ്റ്റ് റണ്ണറപ്പിന്, സെക്കൻഡ് റണ്ണറപ്പിന് ഒന്നും ക്യാഷ് ഇല്ല. സെക്കൻഡ് റണ്ണറപ്പിന് 25 lakh, ഫസ്റ്റ് റണ്ണറപ്പിന് 25 lakh, സെക്കൻഡ് റണ്ണറപ്പിന് 15, തേർഡ് റണ്ണറപ്പ്, അങ്ങനെ ഫിഫ്ത്ത് റണ്ണറപ്പ് അല്ലെങ്കിൽ 6th റണ്ണറപ്പ് വരെ ക്യാഷ് അവർ കൊടുക്കുന്നുണ്ട്. എനിക്കതൊരു നല്ലൊരു ഹാബിറ്റായിട്ട് തോന്നി. ബിക്കോസ് ഇതൊക്കെ മലയാളികൾ കണ്ട് പഠിക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് അവർ നിന്നതല്ലേ അവിടം വരെ. അപ്പോൾ അവർക്ക് അത്ര ഒരു ക്യാഷ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ കിച്ചു സന്ദീപ് എന്ന് പറയുന്ന ആങ്കറിന് പോലും ഗില്ലി നാട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. ആൻഡ് ഹീസ് സച്ച് എ കാം ആൻഡ് ക്വയറ്റ്, എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. കന്നഡ കുറേ പേര് ഫോളോ ചെയ്യത്തില്ല, പക്ഷേ 52 എബവ് ആണ് വോട്ട്സ് ലാസ്റ്റിന് കിട്ടിയത്. അതായത് ഫസ്റ്റ് കിട്ടിയ ആൾ 86% വോട്ട് കിട്ടിയപ്പോൾ സെക്കൻഡ് വെറും 16% വോട്ട് മാത്രമാണ് സെക്കൻഡിന് കിട്ടിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് റണ്ണറപ്പ് വെറും 16% വോട്ട്, ബാക്കി ഫുൾ ഗില്ലി നാട്ടയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. 55 crore 26 lakh സംതിങ് ആണ്. 55 crore മുകളിലാണ് ഇരിക്കുന്നത്. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അതും ഈ സീസണിലായിരുന്നു. തമിഴ് ഫൈനൽ ഡേ തന്നെയായിരുന്നു. കന്നഡയിലും അതേ ഒരു സംഭവം നടന്നിരുന്നത്. സോ ഗില്ലി നാട്ടയെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യലി ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയ ആളാണ്. ഒട്ടും പൈസ ഇല്ലാത്ത, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മോനാണ് ഗില്ലി നാട്ട. ആൻഡ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി, അതായത് പെട്ടെന്നുള്ള ഒരു റോസ്റ്റിംഗ് സ്റ്റാറാണ്. എന്ത് കെട്ടിയാലും പെട്ടെന്ന് ടപ്പേ എന്ന് കോമഡി പറയും. അങ്ങനെ ഒരു സംഭവമാണ് ഗില്ലി നാട്ട എന്ന് പറഞ്ഞാൽ. എന്തായാലും ഫോളോവേഴ്സ് ഇപ്പം മില്യൺസ് കടന്നു. വെറും